പൂട്ടിക്കിടക്കുന്ന ഒരു വാതിൽ തുറക്കാൻ നമുക്ക് ശരിയായ താക്കോൽ ആവശ്യമാണ്. കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും താക്കോൽ ഉപയോഗിച്ചാൽ ആ വാതിലിൻ്റെ പൂട്ട് തുറക്കപ്പെടുകയില്ല. പകരം അതിൻ്റെ ശരിയായ താക്കോൽ തന്നെ ആവശ്യമാണ്. ആയതുപോലെ ദൈവസന്നിധിയിലേക്ക് വരാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു താക്കോലത്രേ സ്തുതി. സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ വേണം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ. പരാതികളും പരിഭവങ്ങളും മാത്രം പറയേണ്ടുന്ന ഇടമല്ല ദൈവസന്നിധി. അവിടെ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദമാണ് ആദ്യം ഉയരേണ്ടിയത്. യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവിനെ സ്തുതിക്കുക എന്നാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ യാത്ര ചെയ്തപ്പോൾ യഹൂദ മുൻപനായി ചെല്ലട്ടെ എന്നാണ് യഹോവ അരുളി ചെയ്തത്. ഒരവസരത്തിൽ യഹൂദയുടെ ശത്രുക്കൾ അവർക്കെതിരെ അണിനിരന്നപ്പോൾ അവരുടെ രാജാവായ യഹോശാഫാത്ത് ദൈവത്തെ സ്തുതിക്കാൻ സൈന്യത്തിൻ്റെ മുൻനിരയിലേക്ക് ഒരു ഗായക സംഘത്തെ അയച്ചു. ഇത് വിചിത്രമായ തന്ത്രമാണെന്ന് തോന്നുമെങ്കിലും അത് അമാനുഷിക വിജയം കൊണ്ടുവന്നു. തിരുവചനം പറയുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം 22-ാം വാക്യം, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. സ്തുതി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. സാഹചര്യം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്ന ഒരു സ്ഥിരീകരണം. നാം സ്തുതിക്കുന്നത് കൂടുതലാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സാഹചര്യങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാനോ പ്രശ്നങ്ങൾ നമ്മെ തളർത്തിക്കളയുവാനോ കഴിയാതെ വണ്ണം വിശ്വാസത്തിൽ നാം വീര്യമുള്ളവരായി മാറുന്നു. സ്തുതിക്കുന്നത് ഒരു യാഗാർപ്പണം കൂടിയാണ്. തിരുവചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം, സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സമയവും സാഹചര്യവും പിന്നെ നാമൊക്കെ പറയുന്നത് പോലെ മൂടും നോക്കിയല്ല സ്തുതി അർപ്പിക്കേണ്ടിയത്. വ്യവസ്ഥകൾക്കും അവസ്ഥകൾക്കും അതീതമായി നിലകൊള്ളുന്ന ഒരു ദൈവിക പ്രമാണമത്രേ സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്നത്. നാം ഏതൊരു കാര്യത്തിനുമായി തയ്യാറാകുമ്പോൾ പലതും കയ്യിൽ കരുതി വയ്ക്കാറുണ്ട്. അങ്ങനെ നാം ഏത് സമയത്തും ദൈവസന്നിധിയിൽ വരേണ്ടതിനായി കരുതി വയ്ക്കേണ്ടുന്ന ഒരു കാര്യമത്രേ സ്തുതി എന്ന താക്കോൽ. പ്രൈസ് ഗോഡ്, ഈവൻ വെൻ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്തപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. Have a blessed day.